വൈപ്പിൻ ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കൊച്ചിൻ ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായ രാത്രികാല ട്രോളിംഗിനെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. MB രാജന്റെ ഹാർബറിൽ നടന്ന യോഗം ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബിച്ചൻ പൊന്നൂസ് ഉദ്ഘാടനം ചെയ്തു. ബോട്ടുകൾ തമ്മിൽ പല വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ കയ്യേറ്റത്തിലേക്കും ഭീഷണിയിലേക്കും പോകുന്ന ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല ഈ വർഷം ഒന്ന് നടുനിവർത്തിയെങ്കിലും മുൻ വർഷങ്ങളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട മത്സ്യബന്ധന വർഷങ്ങളായിരുന്നു. കഴിഞ്ഞ വർഷം ഈ രാത്രികാല മത്സ്യബന്ധനത്തിനെതിരെ വൈപ്പിനിലെ ബോട്ടുടമകൾ അല്ലെ ബോട്ടിലെ തൊഴിലാളികൾ ഒപ്പം കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബോട്ടുടമകളും തൊഴിലാളികളും കൂടെ കല്ലുകോടത്തിനടുത്തുള്ള ആ ഒരു ജെട്ടിയിൽ എല്ലാവരും കൂടി ഈ രാത്രികാല മത്സ്യബന്ധനം നിരോധിക്കേണ്ടതാണ്. കരയിലെ പ്രത്യേകിച്ച് തീരക്കടലിലെ രാത്രികാല മത്സ്യബന്ധനം നിരോധിക്കേണ്ടതാണ്. അതിൽ സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു യോഗം കൂടി ബഹുമാനപ്പെട്ട ഫിഷറീസ് ഡയറക്ടർ ADക്ക് ഒരു നിവേദനവും നമ്മൾ സമർപ്പിച്ചതാണ്. എന്നിരുന്നാൽ ഇപ്പം ഈ വർഷം ഈ പൂവാലം, കരിക്കാടി, ചെമ്മീൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് ബോട്ടുകളുണ്ട്. അവരുടെ തൊഴിലിടത്തിലേക്ക് ഈ വൻകിട ബോട്ടുകൾ 100 അടിയും 500-600 ഹോഴ്സ് പവറുള്ള ബോട്ടുകൾ കടന്നു കയറി രാത്രി മത്സ്യബന്ധനം നടത്തുകയും നേരം വെളുത്ത് കഴിയുമ്പം ഈ ചെറുകിട ബോട്ടുകൾക്ക് അവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു ദൈനംദിന ചെലവിന് പോലുമുള്ള മാർഗം ലഭിക്കാത്തൊരു സാഹചര്യമാണ്. അപ്പം ഇങ്ങനത്തെ വൻകിട ബോട്ടുകൾക്ക് അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. കൊല്ലത്തും ഉണ്ട്, കൊച്ചിയിലുണ്ട്. അല്ല, കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈപ്പിൻ കൊച്ചി പ്രദേശത്ത് നിന്ന് പോകുന്ന കുറേ ബോട്ടുകളുണ്ട്. ഒപ്പം മുനമ്പത്തൊന്നും ഉണ്ട്. അപ്പം ഇവർ കുറേ ബോട്ടുകൾ മാത്രം അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പം ഈ ബോട്ടുകാരെ തൊഴിലാളികളെ കയ്യേറ്റം ചെയ്യുന്നു, ബോട്ടിടിച്ച് പൊളിക്കുന്നു, അങ്ങനെയുള്ളൊരു നിലപാടിലേക്ക് വന്നപ്പോൾ ഇത് പ്രതിഷേധിക്കാതിരിക്കാനോ അത് സർക്കാർ തലത്തിൽ അത് ശ്രദ്ധ ചെലുത്താതിരിക്കാനോ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു യോഗം കൂടി നമ്മുടെ നിലപാടെന്തായിരിക്കണം എന്ന് ആലോചിക്കാനായിട്ടാണ് ഇവിടെ ഈ യോഗം കൂടിയിരിക്കുന്നത്. KP സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. എന്നാലും നമ്മളൊരു കാര്യം ചിന്തിച്ചു വെക്കുക, ഇന്ന് നമ്മൾ ഇതിനു വേണ്ടി തുനിഞ്ഞു കുറച്ചു പേരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ വലിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കലല്ല, അവരെ യഥാർത്ഥത്തിൽ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു കൊടുക്കാവുന്ന ഒരു സംവിധാനം കൂടി ചെയ്യണം. നമ്മൾ ഈ നിവേദന പ്രകാരം ആവശ്യപ്പെടാൻ പോകുന്നത് നൈറ്റ് പെട്രോളിങ്ങൾ ആവശ്യമാണ്. ഈ പരിപാടി ചെയ്യണം. മുനമ്പത്ത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവിടെ നൈറ്റ് ബോട്ടുകളെ പിടിച്ചു തുടങ്ങി. ഈ പറയുന്ന നൈറ്റ് വലിക്കുന്ന ബോട്ടുകാരെ പിടിച്ചു തുടങ്ങും. 7 ലക്ഷം 8 ലക്ഷം രൂപയൊക്കെ പിന്നെ അവർക്ക് പിഴ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്തും അത്തരമൊരു കാര്യം വന്നാൽ കടലിലുള്ള മത്സ്യങ്ങൾ വർദ്ധിക്കുകയും നമ്മൾക്കത് യഥേഷ്ടം പിടിച്ചെടുക്കാനും പറ്റും, നശിച്ചു പോകില്ല. 12 നോട്ടിക്കൽ മൈൽ അകലെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്താ പോയി വേണമെങ്കിൽ ഇതൊക്കെ ചെയ്തോട്ടെ. ഈ തീരത്തോട് ചേർന്ന് ചെയ്യുന്നത് പല രീതിയിലും അതിക്രമകരമാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളിക്കും അത് വളരെ കേടാണ്. എന്തൊക്കെയായാലും ഒരു പക്ഷത്തുകാർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് നമ്മൾ കരുതിയാൽ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചില്ല എങ്കിൽ കടല് നമ്മുടെ എല്ലാവരുടേതാണ്. ഇത് സംരക്ഷിക്കേണ്ട അവകാശം നമുക്കുള്ളതാണ്. കടലിന് കൈയും കാലൊന്നുമില്ല തടുക്കാനോ എന്നിങ്ങനെ കൊല്ലല്ലേ എൻ്റെ സുഹൃത്തുക്കളിൽ അപകരിച്ചു പോലെ എന്ന് പറയാനുള്ള ഒരു വസ്തുതയും കടലിലില്ല. നേരെ മറിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന നമുക്കറിയാം, ഇതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ കഷ്ടത്തിലാകും, പട്ടിണിയിലാകും, ഈ തീരമാകെ വറുതിയിലേക്ക് പോകും. ഇതുകൊണ്ട് നമ്മൾ നടത്തുന്ന ഉപജീവന മാർഗം യഥാർത്ഥത്തിൽ ഇല്ലാണ്ടാകും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ജില്ലാ പ്രസിഡന്റ് PV ജയൻ, സുധീർ, CK സുലൈമാൻ, സിറാജ് എന്നിവർ പ്രസംഗിച്ചു.